വിഷ്ണു ശാലിനിയുടെ മഹാ എപ്പിസോഡിൻ്റെ പ്രൊമോയാണ് വന്നിരിക്കുന്നത്. അതിലാണെങ്കിൽ റസാക്ക് രാത്രി പോലീസുകാരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് രേഷ്മയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. അവിടെ നിന്നും ആ ഒരു ഷെൽവിയെ അവിടെ നിന്നും റസാക്ക് കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവിടെ നിന്ന് ആ ഒരു ചിതാഭസ്മവും റസാക്ക് കണ്ടെത്തുന്നുണ്ട്. അതിനുശേഷം രേഷ്മയെയും ഷെൽവിയെയും പിന്നെ ആ ഒരു മാനേജർ പയ്യനുണ്ടല്ലോ ഒരു 3 പേരെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ആ ഒരു സീനാണ്. രാത്രി സമയമാണ് കാണിക്കുന്നത്. അതിനുശേഷം ശാലിനിയെ ഫോൺ വിളിച്ച് പറയുന്നുണ്ട്, രേഷ്മയെ അറസ്റ്റ് ചെയ്തു, ഷെൽവി അവിടെ ഉണ്ടായിരുന്നു, രേഷ്മയുടെ കയ്യിലൊരു ചിതാഭസ്മം ഉണ്ടായിരുന്നു എന്നുള്ളതും അവിടെ റസാക്ക് പറയുമ്പോൾ ശാലിനി ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. ശാരദാമ്മയും കൂടെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ ശാലിനി ആ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട്. അന്നേരം രേഷ്മയാണെങ്കിൽ പക്ഷേ ഒരു കൂസലും ഇല്ലാതെ നിൽക്കുന്ന ആ ഒരു സീൻ തന്നെയാണ് കാണിക്കുന്നത്. ചിതാഭസ്മമാണെങ്കിൽ അവിടെ ആ ഒരു പിന്നെ സിയുടെ ഒരു ടേബിളിൻ്റെ പുറത്ത് വച്ചിട്ടുമുണ്ട്. അന്നേരം ശാലിനിയാണെങ്കിൽ രേഷ്മയെ നന്നായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട്. ആരുടെ ചിതാഭസ്മമാണ് ഇത് എന്ന് ചോദിക്കുമ്പോൾ രേഷ്മ ആദ്യമൊന്നും പറയുന്നില്ല. രണ്ടാമത് ശാലിനി നന്നായിട്ട് ഷൗട്ട് ചെയ്യുകയാണ്, എന്ന് പറയുമ്പോൾ അത് വിഷ്ണുവിൻ്റെ എന്നിങ്ങനെ പറയുകയാണ്. അന്നേരം അത് കേൾക്കുമ്പോൾ ശാലിനി ആകപ്പാടെല്ല ഒരു നിമിഷം അങ്ങ് നിശ്ചലമായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് ആ ചിതാഭസ്മം ഇങ്ങനെ കൈ ഇങ്ങനെ വിറച്ച് ശാലിനി അതിലേക്ക് തൊടുന്നുണ്ട്. പക്ഷേ പിന്നീട് ശാലിനിക്ക് ആകപ്പാടെ ദേഷ്യം വരികയാണ്. എന്താണ് സത്യാവസ്ഥ, എന്താണ് എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം രേഷ്മ അവിടെ എന്തൊക്കെ പറയുന്നുണ്ട്, പക്ഷേ അത് ഡയലോഗ് എന്താണെന്ന് കാണിക്കുന്നില്ല. അന്നേരം കലി കയറിയ ശാലിനിയാണെങ്കിൽ രേഷ്മയുടെ കർണം നോക്കി ഒന്ന് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും സീനാണ് കാണിക്കുന്നത്. രേഷ്മയെ അറസ്റ്റ് ചെയ്യുന്നതും ചിതാഭസ്മവുമായിട്ട് വരുന്നതും ഒക്കെയാണ്. അപ്പോൾ നേരത്തെ ഇന്നത്തെയോ നാളത്തെയോ എപ്പിസോഡ് എന്നതുപോലെ രേഷ്മ ചിതാഭസ്മവുമായി വീട്ടിൽ നിൽക്കുമ്പോഴായിരിക്കണം റസാക്കൊക്കെ ചെല്ലുന്നതും ഈ ഒരു അറസ്റ്റ് നടക്കുന്നതും ഒക്കെ. പക്ഷേ പിന്നീട് ശാരദാമ്മയുടെ വീട്ടിലാണെന്ന് തോന്നുന്നു പിന്നെ ശിവൻ ഇങ്ങനെ ആ ഒരു നെഞ്ചുവേദന എന്ന പോലെ വന്നിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൽ പറയുന്നത് വിഷ്ണു മരിച്ചു എന്നുള്ളത് തന്നെയാണ്. ഈ മഹാ എപ്പിസോഡ് പ്രൊമോ എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ മരണം ശാലിനി നേരിട്ട് അറിയുന്നു എന്ന് ഹൈലൈറ്റൊക്കെ കൊടുത്താണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷേ വിഷ്ണു എങ്ങനെ മരിച്ചു, എന്ത് സംഭവിച്ചു എന്നുള്ളതൊക്കെ അപ്പോൾ അവിടെ രേഷ്മ അവിടെ പറയുമായിരിക്കും. അതിൽ ശാലിനി ഇനി തകർന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മുടെ ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നാണ് തോന്നുന്നത്. വിഷ്ണു മരിച്ചു എന്നുള്ളത് കറക്റ്റായിട്ട് ഇവിടെ എടുത്ത് പറയുന്നുണ്ട്. വിഷ്ണുവിൻ്റെ മരണം ശാലിനി നേരിട്ട് അറിയുന്നു എന്നുള്ളത്. ഇതാണ് മഹാ എപ്പിസോഡിലെ പ്രൊമോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളതൊക്കെ അവിടെ രേഷ്മ ക്ലിയറായിട്ട് പറയുകയായിരിക്കും ചെയ്യുന്നത്. ഇനി വേറെ എന്തെങ്കിലും ടെസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനി കാണിക്കില്ല. പക്ഷേ രേഷ്മ തറപ്പിച്ച് പറയുന്നുണ്ട് വിഷ്ണുവിൻ്റേതാണ് എന്നുള്ളത്. പക്ഷേ ഈ വിഷ്ണു ഇത്രയും പണവുമായിട്ട് പിന്നീട് പോയത് എന്തിന്? അവിടെ വെച്ച് നേരത്തെ ആ ഒരു സത്യഭാമയുടെ കൂട്ടുകാരിയൊക്കെ വിഷ്ണുവിനെയും ഭാര്യയും കണ്ടെന്നും പറയുന്നു. അതിൻ്റെ തലേ ദിവസം ഈ ശിവൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞതായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഹൃദയം മാറ്റി വെച്ചതാണ് എന്നുണ്ടെങ്കിൽ ഇത്ര പെട്ടെന്ന് അതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇനി വേറെ എന്തെങ്കിലും ടെസ്റ്റ് വരാനുണ്ടോ? പക്ഷേ രേഷ്മ ഇത്രയ്ക്ക് കറക്റ്റ് ഉറപ്പിച്ച് പറയുന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത്. അത് നമുക്ക് മഹാ എപ്പിസോഡിൽ കാണാം. പക്ഷേ രേഷ്മ പറയുന്ന ഡയലോഗ് അവിടെ കറക്റ്റായിട്ട് കാണിക്കുന്നില്ല. ദേഷ്യം പൂണ്ട ശാലിനിയാണെങ്കിൽ രേഷ്മയുടെ കർണം നോക്കി പൊട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് അറിയണമെങ്കിൽ നമുക്ക് എപ്പിസോഡ് വന്നേ അറിയാനായിട്ട് സാധിക്കുള്ളൂ. എന്തായാലും ശനിയാഴ്ച വരെ കാത്തിരിക്കാം വിഷ്ണുവിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിയാനായിട്ട്. Okay, thank you.